ഹായ് ഓൾ, അസ്സാം വലൈക്കും. നമ്മളിന്ന് ഒരു കിഡ്ലൻ ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു നല്ലൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഡിസൈൻ തന്നെ ഈ ഒരു വയലിൻ്റെ പിക്ചറാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ നല്ല തെളിഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വയലിൻ്റെ പിക്ചറിന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഗോതമ്പ് ഞാനിവിടെ കുറച്ച് ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് കാണുന്നത് സ്കാർലറ്റ് എന്നാണ്. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ചുവപ്പില്ല ഓറഞ്ചില്ല അങ്ങനെ ഒരു കളറാണ്. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഈ ഒരു കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ, സാധാ റെഡ് കളർ എടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നു, പഴയതായിട്ട് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ നുറുക്ക് ഗോതമ്പിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. എല്ലായിടത്തേക്കും നന്നായിട്ട് പെയിൻറ്റ് മിക്സ് ആകണം കേട്ടോ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഒരു വയലിൻ്റെ പിക്ചർ നമ്മുടെ ഗോതമ്പ് നുറുക്ക് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ വയലിൻ്റെ പിക്ചർ മുഴുവനായിട്ടൊന്ന് പശയാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് വയലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വയലിന് മുഴുവനായിട്ട് പശ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പശ ആക്കിയ ഭാഗത്ത് മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ ഗോതമ്പ് നുറുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പശ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഗോതമ്പ് നുറുക്ക് മുഴുവനായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് നുറുക്ക് ഗോതമ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനൊന്ന് ഫിനിഷിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മുകളിൽ വീണ്ടും നമ്മൾ പശ ആക്കിയിട്ട് വീണ്ടും ഒന്ന് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പശ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് ഗോതമ്പ് നുറുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള വയലിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം യെല്ലോ പെയിൻറ്റിൽ നമ്മൾ റെഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ റെഡ് കളറാണ് എടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയലിന് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ തന്നെ കുറച്ച് ഒന്ന് ഇതിലേക്ക് ഉറ്റിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് 1-2 ഡ്രോപ്പ് മാത്രം മതി. 2 ഡ്രോപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വിചാരിച്ച ആ ഒരു കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ യെല്ലോ പെയിൻറ്റിൻ്റെ ബോട്ടിലോട്ട് നേരിട്ടാണ് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പെയിൻറ്റ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ഒരു 2 ഡ്രോപ്പ് ആദ്യം ഒന്ന്
ഒരു ഡ്രോപ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം കുറച്ച് കളർ കുറവായി തോന്നിയപ്പം ഒരു ഡ്രോപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഭാഗം മാത്രമേ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്പോഞ്ച് വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വയലിനെ തട്ടിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ സൈഡ് ഭാഗത്ത് ആയി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പെയിൻ്റ് ആയ ഭാഗത്ത് നമ്മൾ ആ ഒരു സെയിം കളർ വെച്ചിട്ട് തന്നെ വയലിനൊന്ന് ഒന്നും കൂടി കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒരു കോട്ട് ഇതിന് മുകളിൽ അടിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കണ്ടോ, ആ ഒരു മഞ്ഞ കളറാണ് നമ്മൾ വയലിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കോട്ട് കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോട്ട് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ട് 2 കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വയലിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ടുള്ള ഈ ഒരു കളറ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയലിന് കൊടുത്തിട്ടുള്ള ആ സെയിം കളർ എടുത്തിട്ട് ഏറ്റവും ചെറിയ ബ്രഷ് ഉണ്ടാവും, ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് റെഡ് കളറിൽ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ ചെറിയൊരു ഡിസൈൻ കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റോസ് കളറിലുള്ളൊരു പെന്നെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറുള്ള പെന്നെടുത്തിട്ട് ഹാർട്ട് ഷേപ്പൊക്കെ നമ്മൾ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് എല്ലാതും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ലൈന് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. വയലിന് കൊടുത്തിട്ടുള്ള ആ സെയിം കളർ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിനും കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈന് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ, കൂടുതലായിട്ട് ഫുള്ളായിട്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഹാർട്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ നമ്മുടെ ബോട്ടിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.